ഹലോ, എല്ലാവരും നമ്മുടെ മഞ്ഞ മദർ പ്ലാന്റ്, മഞ്ഞ റോസിൻ്റെ മദർ പ്ലാന്റ് കാണാൻ എത്തിയതാണല്ലേ. ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു വീഡിയോ ആണ്. കാരണം ഞാൻ നോക്കിയിരുന്ന വിരിഞ്ഞ പൂക്കളാണ് കേട്ടോ ഇത്. കുറച്ച് മുട്ടുകളായിട്ട് നിൽക്കുമായിരുന്നു, ഒന്ന് വിരിഞ്ഞ് കിട്ടിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മുടെ മഞ്ഞ നിറത്തിൽ വന്നിട്ടുള്ള റോസിൻ്റെ മദർ പ്ലാന്റ് ആണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കളറാണ് മഞ്ഞ. എല്ലാ കളറുകളും ഇഷ്ടമാണ്, പക്ഷേ മഞ്ഞ റോസുകളോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. അത് റോസ് തന്നെയല്ല, വാട്ടർ ലില്ലി ആണെങ്കിലും ലോട്ടസ് ആണെങ്കിലും. നമ്മുടെ ലോട്ടസിൽ യെല്ലോ പിയോണി എന്ന് പറഞ്ഞൊരാളുണ്ട്, എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ, മഞ്ഞ നിറത്തിൽ വിരിയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റോസുകളിലും ഉണ്ട്, ആമ്പലുകളിലൊക്കെ ഉണ്ട് ഈ കളർ അല്ലേ. അപ്പം മഞ്ഞകളിൽ ഒരുപാട് വെറൈറ്റികൾ ഞാൻ കണ്ടിട്ടുണ്ട്, പല രീതിയിൽ പെറ്റൽസ് അറേഞ്ച്മെൻറ്റ്സ് ഉള്ള റോസുകൾ. ഇതൊരു നാടൻ റോസിൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അതിൻ്റെ വലിപ്പം അറിയുമോ എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്കറിയാം, ഒരു ചെറിയ റോസ് വാങ്ങുമ്പോൾ എന്തോരം അതിന് വലിപ്പമുണ്ടെന്ന് അറിയാം. അത് വെച്ച് നോക്കുമ്പോൾ ഇത് നോക്കുക എന്തുമാത്രം വളർന്നാണ് പോയിട്ടുള്ളതെന്ന് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഞാൻ അത്രയും കാത്തിരുന്ന് വിരിഞ്ഞ പൂക്കളാണ്. തേനീച്ച വന്നേക്കണമെന്നുണ്ടോ? ഈ തേനീച്ചകൾ കൂടുതലും വരുന്നത് നാടൻ റോസുകളിലാണ്. എന്തുകൊണ്ടാണ്? അവർക്കൊരു നാടൻ സുഗന്ധമുണ്ട് അല്ലേ, ഇവരെയൊക്കെ ആകർഷിക്കാനുള്ള ഒരു നാടൻ സുഗന്ധമുണ്ട്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് കിളികൾ, അമ്പലത്തിലെ പാട്ട്, ഒരു കാക്ക, ഇവരെല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു സന്ധ്യ സമയമാണ്, കിളികളൊക്കെ ചേക്കേറുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് പല പല ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കും. അതുപോലെ അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇത്ര പൂക്കൾ. ഈ കാക്കയെ നമുക്ക് ഓടിക്കാം അല്ലേ. എനിക്ക് ഏറ്റവും അലോസരമുള്ളൊരു കാര്യമാണ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കാക്ക കരയുന്നത്. അപ്പോൾ കാക്ക പോയിട്ടോ. ഇനി വണ്ടികളുടെയൊക്കെ ശബ്ദം ഉണ്ടാകും, കാരണം എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു സമയമാണല്ലോ. കാക്ക അപ്പുറത്ത് എവിടെയോ പോയിരുന്ന് കരയോ, എനിക്ക് കാണാൻ പറ്റില്ല, ഇല്ലെങ്കിൽ ഞാൻ അതിനെ ഓടിച്ചേനെ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു നാടൻ മഞ്ഞ റോസാണ്. എനിക്ക് നാടൻ റോസുകൾ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് ഓൺ റൂട്ട് ആണെന്ന് ചിന്തിക്കുക, അല്ല, ഇത് നാടൻ ബഡ്ഡിങ്ങിലാണ് ഞാൻ കൂടുതൽ പൂക്കൾ വിരിഞ്ഞ് കണ്ടിരിക്കുന്നത്. അപ്പോൾ നാടൻ ബഡ്ഡിങ്ങിൽ ആ ബഡ് നന്നായിട്ട് പിടിച്ചിട്ടുള്ള, ബഡ് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുള്ള ഒരു പ്ലാന്റാണ്, മദർ പ്ലാന്റ് ആണ് ഇത്. അപ്പോൾ ഇത് സെയിലിനുള്ളതല്ല കേട്ടോ. ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് പ്രീ ഓർഡർ വഴി ബുക്ക് ചെയ്യാവുന്നതാണ്. ഇതിന് മുന്നേ നമുക്ക് മദർ പ്ലാന്റ് പ്രീ ഓർഡർ വഴി ബുക്ക് ചെയ്യുന്നത് ഹവായി യെല്ലോ ആയിരുന്നു. അപ്പോൾ ആ ഹവായി യെല്ലോയ്ക്ക് ഒത്തിരി പേര് പ്രീ ഓർഡർ വഴി ബുക്ക് ചെയ്ത് കാത്തിരിക്കുവാണ്. നമുക്ക് ആ വേനൽ വന്നുകൊണ്ടാണ് ഈ ചെടികളൊക്കെ വരുന്നതൊന്ന് കുറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ യെല്ലോ റോസുകളൊക്കെ വരാൻ തുടങ്ങും, മദർ പ്ലാന്റ് ഹവായിയുടെ വരാൻ തുടങ്ങും. ഹവായി ഇതുപോലെയല്ല കേട്ടോ, ഹവായി വേറൊരു ടൈപ്പാണ്, എല്ലാം നല്ല ഭംഗിയുള്ള റോസുകളാണ്. അപ്പോൾ ഹവായി റോസിനായിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് നമ്മുടെ പ്ലാന്റ് എത്തട്ടെ കേട്ടോ, അയച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് സെയിലായിട്ടുള്ളൊരു റോസാണ് കേട്ടോ. ഇതിന് മുന്നേ അവിടെ ഒരു കസ്റ്റമർ പറഞ്ഞ് സെയിലായിട്ടുള്ളൊരു റോസാണ്. കണ്ടോ, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സ്ഥലമില്ല, പ്ലാന്റൊക്കെ കൊണ്ടുപോയി വെച്ച് നല്ല രീതിയിൽ വീഡിയോ എടുക്കാനുള്ള ഒരു സ്ഥലമില്ല. മിക്കപ്പോഴും നമുക്ക് ലൈറ്റ് കുറഞ്ഞ് കൂടി അങ്ങനെയൊക്കെ അടിക്കുന്നതുകൊണ്ട് എന്താ പറയുക, വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവാണെന്നും എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ആസ്വദിക്കുന്ന രീതിയിൽ പൂക്കൾ കാണുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി കുറേ കമൻസിലൂടെ. പക്ഷേ നമുക്ക് വേറെ നിവർത്തിയില്ല. ഇപ്പോൾ ഈ റോസുകളൊക്കെ തന്നെ നിങ്ങൾ ഓർക്കുക, ഞാൻ കാത്തിരുന്ന്, എനിക്ക് വേണമെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ എന്താ പറയുക അയക്കാം, അങ്ങനെയൊന്നും ചെയ്യാതെ നിങ്ങളെയും കൂടി ഇതൊന്ന് കാണിച്ച് തരണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഈ പൂക്കൾ വിരിയാനായിട്ട് വെയിറ്റ് ചെയ്യുന്നത് നമ്മൾ കേട്ടോ. അപ്പോൾ നല്ല സുന്ദരികളായിട്ടുള്ള പൂക്കളാണ്. ഇതുപോലെ ഒത്തിരി റോസുകൾ നമ്മുടെ ഗാർഡനിൽ വരാറുണ്ട്, മുട്ടുകളായിട്ട്. ഒരു പൂവൊക്കെ വിരിഞ്ഞിട്ട് നിറച്ച് മുട്ടുകളായിട്ട് വരുന്ന മദർ പ്ലാന്റ് ഉണ്ട്. അപ്പം നമ്മളെന്താ ചെയ്യുക, സാധാരണ ആ പൂവ് കാണിച്ചിട്ട് പ്ലാന്റ് സെയിലായി പോകും. അപ്പോഴൊക്കെ സങ്കടം വരും, ആ മുട്ടുകളൊക്കെ ഒന്ന് വിരിഞ്ഞ് കിട്ടിയിരുന്നെങ്കിലോ എന്നൊക്കെ ഓർത്തിട്ട് സങ്കടം വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റ് ഇതിന് മുന്നേ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സെയിലായി പോവേണ്ടതായിരുന്നു, പക്ഷേ സെയിലാവണതിന് മുന്നേ നമ്മുടെ ആ തൊട്ടടുത്തുള്ള ഒരു ആൻറ്റി വാങ്ങിക്കൊണ്ട് പോയി. അത് കഴിഞ്ഞ് നമുക്ക് 2 മാസങ്ങൾക്ക് ശേഷമാണ് പ്ലാന്റ് വരുന്നത്. 2 മാസമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ, 2 അല്ലെങ്കിൽ 1.5 മാസങ്ങൾക്ക് ശേഷം. ഇപ്പോൾ നോക്കുക, പ്രീ ഓർഡറിൽ നമ്മൾ വലിയ പ്ലാന്റ്സ് സമയം കൊടുത്തിരിക്കുന്നത് ഇതുപോലെ തന്നെ 2 മന്ത്സൊക്കെയാണ്. കാരണം വലിയ പ്ലാന്റാണ് ഇത്. ഇത്രയൊക്കെ ആയിട്ട് ഒരു പ്ലാന്റ് വന്നു, അടുത്ത പ്ലാന്റ് നമ്മളവരോട് പറഞ്ഞു ഇതൊക്കെ ഒന്ന് ശരിയായിട്ട് എടുക്കാനായിട്ട്, ഇത്ര വലുപ്പത്തിലൊക്കെ ആയിട്ട് വരാനായിട്ട് ടൈം എടുക്കും. അപ്പോൾ വലിയ മദർ പ്ലാന്റ് പ്രീ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രീ ഓർഡർ വഴി ഓർഡർ ചെയ്യുന്ന പ്ലാന്റ്സ് ഇത്ര ടൈം എന്നുണ്ട്. ആ ടൈം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ പ്ലാന്റ് കിട്ടിയില്ലെങ്കിൽ റീഫണ്ട് ഉണ്ട് കേട്ടോ.
പിന്നെ ഇത്രയും വലിയ പ്ലാന്റ്സൊക്കെ നമ്മൾ ഓർഡർ എടുത്തു കഴിഞ്ഞ് നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഇതിന് ചുവടിലുള്ള മണ്ണ്, നല്ല വേരുകളുള്ള പ്ലാന്റാണ്, ഇതിലുള്ള ചുവടിലുള്ള മണ്ണ് നമ്മൾ അത്യാവശ്യം കളയില്ലെങ്കിൽ നല്ല രീതിക്ക് കൊറിയർ ചാർജ് വരും. അല്ലാതെ തന്നെ പ്ലാന്റിന് നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ മണ്ണ് അത്യാവശ്യം കളഞ്ഞ് അതിൽ നമ്മൾ ചകിരിച്ചോറ് കുറച്ച് ആഡ് ചെയ്തിട്ടാണ് കേട്ടോ അയക്കുന്നത്. മണ്ണ് കളയാന്ന് പറഞ്ഞാൽ മൊത്തമായിട്ടല്ല, ആ വേരിന് ആവശ്യമായിട്ടുള്ള മണ്ണ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരുപാട് മണ്ണായിട്ട് നമുക്ക് അയക്കാൻ പറ്റില്ല. ഈ വെയിറ്റുള്ള പ്ലാന്റ്സ് നല്ല വെയിറ്റിൽ അയക്കുമ്പോഴത്തേക്കും DTDCയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എറിഞ്ഞ് അത് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ മണ്ണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് കുറച്ചധികം മണ്ണ് വെച്ച് തരുമോ. ഇത്രയധികം വെയിറ്റോടുകൂടി പ്ലാന്റ്സ് അയക്കുമ്പോൾ റിസ്ക് ആണ് കേട്ടോ. നമ്മൾ അത്യാവശ്യം ചകിരിച്ചോറിലൊക്കെ ആയിട്ട് അയക്കുന്നത്. അവിടെ നിങ്ങൾക്കത് എത്തിക്കഴിയുമ്പോൾ ജസ്റ്റ് അതൊന്ന് ആ പാക്ക് ആ അടിഭാഗം ഒന്ന് പൊട്ടിച്ച് നിങ്ങൾക്ക് ആ പോട്ടിലോട്ട് ഇറക്കി വെച്ചാൽ മാത്രം മതി. എക്സ്ട്രാ നിങ്ങൾക്ക് അതിൻ്റെ മണ്ണ് മാറ്റാൻ നോക്കുക അങ്ങനെ ഒന്നും വേണ്ട. നമ്മൾ ഓൾറെഡി മണ്ണൊക്കെ മാറ്റി ചകിരിച്ചോറിലായിട്ടാണ് തരുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ടാണ് വേര് അതിലിരിക്കുന്നത്. പിന്നെയും നിങ്ങളുടെ കയ്യിൽ കിട്ടി വീണ്ടും മണ്ണ് മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ആ ചെടി ഒന്നും കൂടി അത്രയും സ്ട്രെസ് അനുഭവിക്കുക. അപ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾക്ക് വേണ്ടി വരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ പ്രീ ഓർഡർ വഴി ഒരുപാട് പ്ലാന്റ്സ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ കാറ്റലോഗിൽ പ്രീ ഓർഡർ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ പുതിയതായിട്ടുള്ള കസ്റ്റമേഴ്സ് നോക്കുമ്പോൾ ഞെട്ടിപ്പോകും. അതിൽ നല്ല റേറ്റ് ആയിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, പ്രീ ഓർഡർ വഴി മദർ പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് കുഞ്ഞു പ്ലാന്റ്സ് വേണമെങ്കിലും പ്രീ ഓർഡർ വഴി ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മളവിടെ കാറ്റലോഗിൽ ഇട്ടേക്കുന്ന പലതും മദർ പ്ലാന്റ് ആണ്. അതിൻ്റെ CC അടക്കമുള്ള റേറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഒരു കുഞ്ഞു റോസ് നമ്മൾ വാങ്ങുന്നത്, കുഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു നോർമൽ സൈസിലുള്ള റോസ് നമ്മൾ വാങ്ങുന്നത് 120 രൂപ 150 രൂപയ്ക്കൊക്കെയാണ്. ഇപ്പോൾ ഞാൻ ആ ഒരു ഇതിൽ കൊടുക്കുന്ന റോസുകൾ ഞാൻ ഇവിടെ 100 രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ മദർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ എന്തുമാത്രം വലിപ്പമുള്ളതാണെന്ന് നിങ്ങൾ ചിന്തിക്കുക കേട്ടോ. ഇത് ഞാൻ പുതിയ കസ്റ്റമേഴ്സിന് വേണ്ടി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു നാടൻ മഞ്ഞ സുന്ദരി റോസിൻ്റെ മദർ പ്ലാന്റ് ഇഷ്ടമായില്ലേ? ഇനി ഇതുപോലെയുള്ള ഒത്തിരി റോസുകൾ എനിക്ക് കൊണ്ടുവരാൻ പറ്റൂ കേട്ടോ. കാരണം മഴ എത്തിയത് കൊണ്ടാണ് ഞാൻ അത്രയും ഉറപ്പിൽ പറയുന്നത്. കുറച്ച് നാളുകൾ റോസുകൾ വരാതിരുന്നപ്പോൾ ഉണ്ടായ സങ്കടം എനിക്കറിയാം. എനിക്ക് ഇങ്ങനെയുള്ള വലിയ പ്ലാന്റ്സ് കാണുമ്പോഴാണ് ഒരു സന്തോഷം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സെയിൽ വീഡിയോ ഒക്കെ ഉണ്ട്. അതിൽ ഒരുപാട് പ്ലാന്റ്സ് സ്റ്റോക്ക് ഔട്ടാണ്. അപ്പോൾ ആവശ്യമുള്ളവർക്കെങ്കിലും പ്ലാന്റ്സ് ഉണ്ട്, നിങ്ങൾ ചോദിക്കുക. ഉള്ള പ്ലാന്റ്സ് ഏതാണെന്നുള്ളത് ഞാൻ വാട്സപ്പ് വഴി അയക്കാം. പിന്നെ പ്രീ ഓർഡർ വഴി ബുക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. വേറൊരു കാര്യം, ഒരു റോസിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. വയലറ്റ് റോസിൻ്റെ മൊട്ടുകൾ എണ്ണുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ സമ്മാനം അടിച്ചിട്ടുണ്ടാവും. എങ്കിലും നിങ്ങളൊന്ന് ജസ്റ്റ് പോയിട്ട് മുട്ടുകൾ എണ്ണി നോക്കൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.